ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് ചൂടാവാനായി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. ഓയിൽ ചൂടായ ശേഷം അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി. മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയോ അരച്ചെടുക്കുകയോ ചെയ്യരുത്. ഇനി ഈ ഇഞ്ചി നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ടൊരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2-3 ഉണക്കമുളക് നെടുകെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഞാനിവിടെ ഒരു പിടി വാളൻ പുളി കുറച്ച് വെള്ളത്തിൽ കുതിരാനായി വെച്ചിരുന്നു. ഇത് നന്നായി പിഴിഞ്ഞ ശേഷം ഇതിൻ്റെ ചാറ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 അച്ച് ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത്. ശർക്കര ഉരുക്കിയതല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചും ചേർക്കാവുന്നതാണ്. ശർക്കര പൊടിച്ചോ ഉരുക്കിയോ വെച്ച ശേഷം നിങ്ങളുടെ പുളിയിഞ്ചിയുടെ പുളിക്കനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. പുളിയും മധുരവും എരിവും എല്ലാം കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് എല്ലാം കൂടി ബാലൻസ് ആവുന്ന രീതിയിലുള്ള ഷുഗർ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് കുറുകി വരണം. പുളിയിഞ്ചിയുടെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലയിൽ ഒഴിച്ചാൽ പരന്നു പോകാൻ പാടുള്ളതല്ല. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ സ്റ്റവ് ഓഫ് ചെയ്യേണ്ട, അതിന് കുറച്ച് മുന്നേ ഓഫ് ചെയ്യണം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകും. ഞാൻ പുളിയിഞ്ചിക്ക് എരിവ് കുറവായതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷണലാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി പാകത്തിന് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി കുറുകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡിയായി കിട്ടിയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. ആരും സദ്യയിൽ നിന്നിനി പുളിയിഞ്ചി എന്ന വിഭവം ഒഴിവാക്കരുത്. ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്